ഇന്ന് വന്നേക്കുന്നത് ഒരു കിടിലൻ പോലത്തെ എപ്പിസോഡ് ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് GTA 5 ഫ്രാങ്ക്ലിൻ വന്നിട്ടുണ്ട്. അതാണ് GTA 5 പോലും അല്ലാത്ത GTA മോഡൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണിത്. ഇതിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിനെയാണ്. ഇത് കുറേ മോഡ്സ് ഉണ്ട്, അതിൽ നമുക്ക് ആരെ വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണ് ഈ യഥാർത്ഥ GTA 5-ലൊക്കെ നോട്ട് 10 രൂപ അങ്ങനെ എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് റേസ് തന്നെയാണ്. അയ്യോ ഗേൾസ്, അപ്പോൾ നമ്മളോട് ഫ്രാങ്കിൽ നമ്മളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനിപ്പോൾ ലോസ് ആൻഡോസ് സിറ്റിയിലല്ലല്ലോ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഫ്രാങ്കിലിനെ വിളിച്ചേക്കാം. ആദ്യം ഒരു സൈഡിൽ വണ്ടി എടുക്കണം. ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് കയറ്റിയിടാം. അയ്യോ വീണല്ലോ. അപ്പോൾ ഫ്രാങ്കിളിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്നാൽ കുഴപ്പമില്ലെന്നാണ്. അപ്പോൾ നമുക്കിന്ന് ഷിൻചാനെ പിക്ക് ചെയ്യാൻ പോകണം. ബട്ട് ഷിൻചാൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷിൻചാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ടോയെന്ന് ഡ്രോൺ വിട്ട് നോക്കാം. ചേച്ചിയുടെ പോണു. നമുക്ക് ആ ചേച്ചിയോടൊന്ന് ചോദിച്ചോക്കാം. ചേച്ചിയോടൊന്ന് ചോദിച്ചോക്കാം. ചേച്ചിക്ക് ഈ ഫ്രാങ്ക്ലിൻ അറിയോ? ചേച്ചി മോനെ ഫ്രാങ്ക്ലിനോ? അതാരാണ് ചേച്ചി? ഫ്രാങ്ക്ലിൻ അല്ല, ഫ്രാങ്ക്ലിൻ. അയ്യോ എനിക്കങ്ങനത്തെ ഒരാളെയും അറിയില്ലല്ലോടാ, സോറി. ശരി, ഇവിടുത്തെ ആർക്കും ഫ്രാങ്ക്ലിൻ ബൈ അറിയില്ല. എന്ത് ചെയ്യും? രജിസ്റ്റർ ആണോ ഞാൻ അറിയുമെന്ന് വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ചേച്ചിയായിരുന്നു. അയ്യോ ചേച്ചി, ഈ രജിസ്റ്റർ ആണെന്ന് അറിയോ? മോനെ അതാ രാജിത് മോനെ, എനിക്കറിയില്ലല്ലോ. അയ്യോ രജിസ്റ്റർ ആണെന്ന് അറിയില്ലേ? ഫ്രാങ്ക്ലിൻ ബൈ അറിയോ? ഓ ഫ്രാങ്ക്ലിൻ എനിക്കറിയാം. അവൻ ആ ബീച്ച് സൈഡിൽ കണ്ടിരുന്നു. ഓ താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇവിടെ ആദ്യമായിട്ട് എന്നെ ഒരാൾ സഹായിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല മോനെ, അത് സാരമില്ല. അപ്പോൾ നമുക്ക് പോകേണ്ടത് ബീച്ച് സൈഡിലോട്ടാണ്. ബീച്ച് സൈഡിലുള്ള വഴി ആയിരിക്കും അറിയോ? അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോവാം. പോർഷൻ എടുത്ത് വന്നോണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇത് ബീച്ച് സൈഡിലേക്ക്. അതെ ബീച്ച് സൈഡാണ്. ബട്ട് ഇവിടെ ഇല്ലല്ലോ ആളുകളൊന്നും. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ എൻ്റെ വണ്ടി ഉള്ളപ്പോൾ അയ്യോ ഞാൻ കുടുങ്ങി. എനിക്ക് നീന്തൽ അറിയില്ലേ. എന്നെ അറിയില്ല. രക്ഷിക്കണേ. വെള്ളം കാണുന്നില്ല. കടലുള്ളോ? അയ്യോ എന്നെ രക്ഷിക്കണേ. ഞാനിപ്പോൾ ചത്തുപോയി. ഇതില്ലേ വെള്ളം? അതേ നമ്മളോട് കാറ്. ഞാൻ എങ്ങനെ പോവും? അയ്യോ ഞാൻ പെട്ടോ. ഇനി എന്തോ ചെയ്യും? വെയിറ്റ്, ഒന്ന് ഫ്രാങ്ക്ലിനുമായി വിളിച്ചു നോക്കാം. ഫ്രാങ്ക്ലിനുമായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യും? അയ്യോ ഞാൻ ഇവിടെ പെട്ടല്ലോ. എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. സോറി ബൈക്കല്ല, കാറ്. നമുക്ക് നോക്കാം. ഇതാ കാറ് വന്നു. ഓ ബുഗാട്ടി ഷിറോണാണോ ഫ്രാങ്ക്ലിനുമായി എനിക്ക് വാച്ചിലൂടെ തന്നത്. ഇനി നമുക്ക് ഇതും എടുത്ത് പോകണം. ഇവിടെ ഒരു ആരും കാണുന്നില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് സ്ഥലത്തേക്ക് വഴിയൊന്നും അറിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചേക്കാം. ചേച്ചി അയ്യോ ചേച്ചി ഇടിച്ചു. ചേച്ചി സോറി ചേച്ചി, ഞാൻ പോവാ.
ചേട്ടാ ഈ രജിസ്റ്റർ ആണോ ഞാൻ അറിയോ? അയ്യോ ചേട്ടൻ ജയിലിൽ നിന്ന് ചാടിയതാണോ? അല്ല മോനെ, ഞാൻ ജയിലിൽ നിന്ന് ചാടിയതല്ല, ഞാൻ ഈ ബനിയൻ ഇട്ടുന്നേക്ക്. ചേട്ടാ ഈ രജിസ്റ്റർ ആണോ ഞാൻ അറിയോ? ആ രജിസ്റ്റർ ആണ് ഞാൻ. രജിസ്റ്റർ ആണെ എനിക്കറിയാം. ആ അവന് മറ്റേ ആ കെട്ടിടം പണിയെടുക്കുന്ന അടുത്തുണ്ട്. അപ്പോൾ ചേട്ടാ അവിടത്തേക്ക് എങ്ങനെയാണ് പോവുക? ഇവിടുന്ന് നേരെ പോയി ലെഫ്റ്റ് എടുത്ത് നേരെ പോയാൽ അവിടെ പണിയെടുക്കുന്ന കാണും. അതിനുള്ളിലോട്ട് കയറിയാൽ മതി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അയ്യോ അതാണോ ചേട്ടൻ പറഞ്ഞ സാധനം? ബിൽഡിംഗ് ഒക്കെ പണിയെടുക്കുന്നത് അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് രജിസ്റ്ററിൽ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ ഇവിടെ ബ്ലോക്കാണല്ലോ. അയ്യോ വണ്ടി ഇടിച്ചിട്ടൊന്നും കയറുന്നില്ല. അപ്പം നമുക്കൊന്ന് നടന്നു പോകേണ്ടി വരും. അയ്യോ ഇവിടെ ആരില്ലല്ലോ. ഇവിടെ വിമാനം പറക്കുന്നുണ്ട്. നമുക്കൊരു ജെറ്റ് എടുത്ത് പറന്ന് നോക്കാം. ജെറ്റില്ല, നമുക്ക് ഹെലികോപ്റ്റർ വിളിക്കാം. ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് ഹെലികോപ്റ്ററിൽ കയറാം. ഇത് ഓടിക്കാനൊന്നും അറിയില്ല ഗൈസ്. അയ്യോ ഇവിടെ എവിടെയും ഇവിടെ രജിസ്റ്റർ ആണേ ഇല്ലല്ലോ. ഇതില്ലേ ബിൽഡിംഗ് പണിയെടുക്കുന്ന സ്ഥലം? ഇവിടെ രജിസ്റ്റർ ആണെങ്കിൽ ഞാൻ കാണാനില്ല. നമുക്ക് പറന്ന് ഫ്രാങ്ക്ലിൻമായുടെ വീട്ടിൽ പോയേക്കാം. ഗൈസ് ഞാൻ ഫ്രാങ്ക്ലിൻമായുടെ വീടിന് വൈകും പിടിച്ചിട്ടുണ്ട്. അതാണ് ഫ്രാങ്ക്ലിൻമായുടെ വീട്, അതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വിമാനം ഇല്ല ഹെലികോപ്റ്റർ ഒന്ന് താഴെ ഇറക്കി വെക്കാം. അതെന്താണ് നമ്മളിപ്പോൾ എവിടെയാണ് എത്തേണ്ടത്? ഇതാ കുറേ ഇത് താഴെ കാണുന്നുണ്ട്. ഞാൻ അവിടെ എത്തി. ഹെലികോപ്റ്ററിൻ്റെ സ്പീഡ് ഓർക്കുമ്പോൾ താഴെ ഇറങ്ങുമായിരിക്കും. ഈ ഹെലികോപ്റ്റർ വീടിൻ്റെ മുകളിലായി നിർത്തേണ്ടി വരും. താഴെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻമായി എന്നെ കൊല്ലും. ഗേസ് ഞാനിങ്ങനെ ഫ്രാങ്ക്ലിൻമായുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ഞാൻ ഇന്നും ഫുള്ള് പെട്ട് കിടക്കുക. നമുക്ക് താഴേക്ക് ചാടിയൊക്കെ ചാവില്ലായിരിക്കും. അയ്യോ നമുക്ക് അവിടെ ചാടി എന്നിട്ട് അതിൻ്റെ താഴേക്ക് ചാടാം. അതെനിക്ക് കുറച്ചുകൂടി സേഫ്. അയ്യോ ഇതെന്താ സംഭവം? ചില്ലോ. അയ്യോ ഞാൻ വീണല്ലോ. എൻ്റെ മേത്ത് ഇത് ബ്ലഡൊക്കെ വരുന്നു. ഞാൻ താഴത്തെ അടി കൂടെ ചാകുമോ? താഴെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അയ്യോ വീണോ? അയ്യോ ചാവല്ലേ. ചത്തില്ല. ഞാൻ എണീറ്റ് ഫ്രാങ്ക്ലിൻമായുടെ വഹിക്കുന്നില്ല. കാർ വരുന്നുണ്ടോ? അയ്യോ ഞാൻ മറന്നല്ലോ. ഫ്രാങ്ക്ലിൻമായി ഇപ്പോൾ പുതിയ പോർഷ് വാങ്ങാൻ പോയിട്ടില്ലേ? എൻ്റെ അടുത്തുള്ള പോലത്തെ എൻ്റെ ബ്ലാക്ക് കളർ. ഇനി എന്താ ചെയ്യും? നമുക്ക് അകത്ത് പോയി കുറച്ചു നേരം കിടക്കാം. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നിവിടെ വരണം ആലോചിച്ച് വന്ന് നോക്കുമ്പോൾ ഞാൻ കുടുങ്ങിയും ഞാൻ കുടുങ്ങിയല്ലോ. അതാ അയ്യോ ഇതെന്ത് സംഭവം? ഷെൽഫിലെന്തോ ലെറ്റർ ഉള്ള പോലെ. കേസ് ഞാൻ ആ ലെറ്റർ വായിച്ചു. ആ ലെറ്ററിൽ പറയുന്നത് ഫ്രാങ്ക്ലിൻമായെ ഗ്രാനി തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഗ്രാനിക്ക് പൈസ കൊടുത്താലേ ഫ്രാങ്ക്ലിൻമായെ വിടുള്ളൂ എന്ന്. രജിസ്റ്റർ ആണേലും പിടിച്ചു കൊണ്ടുപോയിന്ന്. അപ്പോൾ അതിൽ പറയുന്നത് $1,00,000 കൊടുക്കണമെന്നാണ്. ഞാനത് ഇനി എങ്ങനെ ഉണ്ടാക്കുമോ? നമുക്ക് മൈക്കിളാണെങ്കിൽ വിളിച്ചു നോക്കാം. മൈക്കിളാണെങ്കിൽ എന്തായാലും സഹായം ചെയ്യായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മൈക്കിളാണെങ്കിൽ വിളിച്ചു നോക്കണം. ആ ഷിൻചാനെയും ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിച്ചു. ഫ്രാങ്ക്ലിനെ ഫുഡ് വാങ്ങിത്താന്ന് പറഞ്ഞ് ഞാൻ അവനെ രജിസ്റ്റർ അണ്ണനെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇനി ഷിൻചാനിവിടെ കാശ് വാങ്ങിക്ക് വരട്ടെ. എനിക്ക് കാശും കിട്ടും, താനോസിന് ഷിൻചാനിയും കിട്ടും. പിന്നെ ഈ ലോസ് ആൻഡോസ് ഞങ്ങൾ ഭരിക്കും, ഞാനും താനോസും. ഓ ഇതായിരുന്നു ഗ്രാനിയുടെ പ്ലാൻ. ആ തള്ള അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്.
അവളെ ചിരി കേൾക്കുമ്പോൾ ഒരു അടി കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഷിൻചാനോട് ഉറപ്പായും പറയും. നോയിക്കോ, ഷിൻചാനൊന്ന് വിളിച്ചു നോക്കാം. ഷിൻചാൻ്റെ കൂടെ വിവരം പറഞ്ഞിട്ടുണ്ട്. ഷിൻചാൻ ട്രവറിനെ വിളിക്കാൻ പോയിക്കാന്നാണ് പറഞ്ഞത്. ഈ ട്രവർ അവനെ സഹായിക്കുമോ എന്തോ, സഹായിച്ചാൽ മതിയായിരുന്നു. ഇതാരാടാ കോൾ ചെയ്യുന്നേ? എന്താടാ ഷിൻചാൻ